സാധ്യതയുള്ള ഒരു രോഗമാണ്. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ആർത്രൈറ്റിസിൻ്റെ? രക്തദുഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉഷ്ണവും തീക്ഷ്ണവുമായിട്ടുള്ള ആഹാരങ്ങൾ, അതേപോലെ ഈ മുളക്, പുളി മുതലായിട്ടുള്ള രസങ്ങൾ, ഇതെല്ലാം അമിതമായും സ്ഥിരമായും ഉപയോഗിക്കുന്നതുകൊണ്ട് രക്തദുഷ്ടി സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഈ വാദം വർദ്ധിക്കാനുള്ള കാരണങ്ങളായിട്ടുള്ള ശീതഗുണവീര്യങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ, തണുത്ത ആഹാരങ്ങൾ കഴിക്കുക, അതേപോലെ തന്നെ ഈ ഉറക്കമൊഴിക്കുക, അസമയത്ത് കിടന്നുറങ്ങുക, ഇവയെല്ലാം വൈകുണ്ഠ്യത്തിന് കാരണമാകുന്നു. വാദം വർദ്ധിച്ച വാദവും ഈ ദുഷിച്ച രക്തവും ചേർന്നിട്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. സന്ധിവാതത്തിന് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം പലതരം രക്തവാദം എന്ന് പറയാറുണ്ട്, ആമവാദം, ഇങ്ങനെ പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഡിവിഷൻസ് ആയിട്ട് ഏതൊക്കെ ടൈപ്സ് ആണ് പറയുന്നത്? പ്രധാനമായിട്ടുള്ളത് ഒന്ന് വാതരക്തം, ആമവാദം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സിസ്റ്റമിക് ലൂപ്പസ് എരിത്മാറ്റോസിസ്, ആംഗിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, ഇതെല്ലാം ഇതിൻ്റെ ഉപവിഭാഗങ്ങളാണ്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ രോഗങ്ങൾക്കെല്ലാം എന്താണ് ആയുർവേദത്തിൽ നമ്മൾ കൊടുക്കുന്ന ചികിത്സ? ബ്രഹ്മണം, ലംഘനം എന്നിങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ രണ്ട് ചികിത്സയും ഇതിൽ യുക്തമായിട്ട് സന്ധിവാതത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ശോധന ചികിത്സയാണ് ഈ ശരീരത്തിലെ ദോഷങ്ങളെ ഉന്മൂലനം ചെയ്ത് സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സ്ഥായിയായിട്ടുള്ള ഒരു ഫലം തരാൻ സാധിക്കുന്നത്. ഈ ശോധന ചികിത്സയാണ് പഞ്ചകർമ്മം എന്ന് പറയപ്പെടുന്നത്. വമനം, അതായത് ഛർദ്ദിപ്പിക്കൽ, വിരേചനം, വയറിളക്കൽ, വസ്തി, നസ്യം, രക്തമോക്ഷം, ഇവയെല്ലാം ഇതിൽ സന്ദർഭാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ശമന ചികിത്സയാണെങ്കിൽ ഇപ്പോൾ പാചനൌഷധങ്ങൾ, ദീപനൌഷധങ്ങൾ, അതേപോലെ വിശപ്പ് സഹിക്കുക, അതേപോലെ ദാഹം സഹിച്ചിരിക്കുക, വെയിലേൽക്കുക, കാറ്റേൽക്കുക, ഇതെല്ലാം ശമന ചികിത്സയാണ്. ഇത് രണ്ടും കൂടെ സമ്മേളിപ്പിച്ച് രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് യുക്തമായിട്ടുള്ള ചികിത്സ വൈദ്യൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ചികിത്സാ തത്വം. ഈ ഔഷധങ്ങൾ മാത്രം കൊടുത്തുള്ള ചികിത്സ മതിയോ, അതോ ഈ നമ്മൾ അല്ലാതെ പഞ്ചകർമ്മ, ഉഴിച്ചിൽ, അങ്ങനെയുള്ള ചികിത്സകളൊക്കെ ഇതിൽ ആവശ്യമായിട്ട് വരും? ഈ സന്ധിവാത രോഗിക്ക് അകത്തേക്ക് മരുന്ന് കൊടുക്കണം, അതിന് പുറമെ പുറത്തേക്കുള്ള ഈ പഞ്ചകർമ്മ ചികിത്സകളും ആവശ്യമാണ്. ഇതിൽ ഇപ്പോൾ വസ്തി ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് സ്നേഹസ്വേദങ്ങൾ ചെയ്യണം. വസ്തി രക്തവാതത്തിൻ്റെ അഥവാ സന്ധിഗതവാദത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ്. വസ്തി രണ്ടു തരമുണ്ട്, കഷായവസ്തി എന്നും തൈലവസ്തി എന്നും. നമ്മൾ എനിമ പോലെ കൊടുക്കുന്നതാണോ? എനിമ പോലെ കൊടുക്കുന്നതാണ്, അതായത് ഗുദമാർഗേണ ഔഷധം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് വസ്തി. അതിൽ വസ്തി ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തിന് അതിനുവേണ്ടി ഒരു തയ്യാറാക്കേണ്ടതുണ്ട്. ആ തയ്യാറാക്കുന്നതിനാണ് സ്നേഹസ്വേദനം. ആദ്യം സ്നേഹപാനം, പിന്നീട് സ്വേദനം മുതലായവ ചെയ്തിട്ടാണ് വസ്തി ചെയ്യുന്നത്. പലപ്പോഴും ഈ സ്നേഹസ്വേദങ്ങൾ കൊണ്ട് തന്നെ രോഗത്തിൻ്റെ നല്ലൊരു അളവ് വരെ ആശ്വാസം ലഭിക്കും. പിന്നീട് ചെയ്യപ്പെടുന്ന ഈ ശോധന ചികിത്സ കൊണ്ട് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു ആശ്വാസം രോഗിക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന് പുറമെ ആഹാരത്തിലും അതേപോലെ ഔഷധത്തിലും പ്രത്യേകം നിഷ്കർഷിക്കേണ്ടതുണ്ട്. ഔഷധങ്ങൾ ഇതിന് യുക്തമായിട്ടുള്ള ഔഷധങ്ങൾ, ഉദാഹരണമായിട്ട് രാസനാദി ക്വാഥം, വലിയ രാസനാദി കഷായം മുതലായിട്ടുള്ള കഷായങ്ങൾ, കൈശോര ഗുൽഗുലു, യോഗരാജ ഗുൽഗുലു, പിന്നെ മഹാദിക്തഘൃതം, ഗുൽഗുലുക്തഘൃതം, ഗുൽഗുലുത്തം കഷായം മുതലായിട്ടുള്ള ഔഷധങ്ങൾ അകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അതേപോലെ ആഹാരത്തിൽ ഈ ഉഷ്ണസ്വഭാവമുള്ളതും തീക്ഷ്ണമായിട്ടുള്ള ഇതെല്ലാം ഒഴിവാക്കി പിന്നെ വളരെ കഴിയുന്നത് നേർത്ത, അതായത് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുകയാണ് വേണ്ടത്. ഉദാഹരണമായിട്ട് ചുവന്ന മുളക്, അതേപോലെ പുളി, വാളൻ പുളി, ഇതെല്ലാം ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ രക്തപ്രകോപനം, രക്തദൂഷ്യം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞ രക്തദുഷ്ടി ഉണ്ടാക്കുന്ന അങ്ങനത്തെ ശരിക്കും വെച്ചാൽ ഇതിൻ്റെ കാരണങ്ങളെ മാറ്റി നിർത്തുക, കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആഹാര രീതി സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സാധാരണ ആളുകളുടെ ഉള്ളൊരു ഡൗട്ടാണ്, ഒരു വർഷം ചികിത്സ എടുത്തു, ഈ വർഷം ചികിത്സ ചെയ്തു, അപ്പോൾ അടുത്ത വർഷം ഇനി നിർബന്ധമായി അതേ സമയം ചെയ്യണം, അങ്ങനെ ഇതിലെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ? അങ്ങനെ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ സാധാരണ എനിക്കൊരു രോഗം തുടങ്ങിയ ഉടനെ ചികിത്സിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സ്നേഹസ്വേദങ്ങളും വസ്തി മുതലായത് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ദീർഘകാലം അയാൾക്ക് അതിൻ്റെ ആശ്വാസം, ഫലം കിട്ടും. നേരെ മറിച്ച് കുറച്ച് ക്രോണിക് ആയിട്ടുള്ള രോഗം തുടങ്ങി കുറച്ച് അധിക സമയം പഴക്കമായിട്ടുള്ള രോഗിയാണെങ്കിൽ ഇടയ്ക്ക് 2-3 വർഷം ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി വൈദ്യശാലയിലൊരു ഇടവേള. വൈദ്യശാല brought to you by ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. in association with സന്തോഷ് ആരോഗ്യ പ്ലസ്, ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും ലഭ്യമാണ്.
ആര്യവൈദ്യശാല കോട്ടക്കൽ. ആയുർവേദ ചികിത്സയിൽ അന്താരാഷ്ട്ര പ്രശസ്തിയാർജിച്ച ഒരു മഹത്തായ സ്ഥാപനം. പാരമ്പര്യവും ആധുനികതയും ഒത്തൊരുമിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു വിശിഷ്ട ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. ആയുർവേദ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്തോഷ് ഫാർമസി. ഗുണമേന്മയ്ക്കുള്ള 9001 2000 സർട്ടിഫിക്കേഷൻ നേടിയ സന്തോഷ് ഫാർമസിയുടെ ഒരു പുതിയ ഉൽപ്പന്നമാണ് സന്തോഷ് ആരോഗ്യ പ്ലസ്. ശരീരം മെലിഞ്ഞ് ബലക്ഷയമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും തടിയും തൂക്കവും വർദ്ധിപ്പിച്ച് ആരോഗ്യവും ശരീര സൗന്ദര്യവും പ്രദാനം ചെയ്യുന്നു. പ്രസവരക്ഷയ്ക്കും അത്യുത്തമം. 1.5 ലക്ഷം വീതം 10 സമ്മാനം. സൂപ്പർ വീക്ക്ലി ലോട്ടറി. 1.5 ലക്ഷം വീതം 10 സമ്മാനം. സൂപ്പർ വീക്ക്ലി ലോട്ടറി. നെരോലാക്ക് എക്സൽ ടോട്ടലിനെ പറ്റി കേട്ടിട്ടില്ലേ? UPF നേടിയ 4 ഗുണങ്ങളടങ്ങിയ നെരോലാക്ക് എക്സൽ ടോട്ടൽ. കാലത്ത് വെല്ലും ഇവനല്ലേ സകലകലാ വല്ലഭൻ. Okay, here we go. Chevrolet Spark. Full of life. സ്പോണ്ടിലോസിസിനെ നമ്മൾ സന്ധിവാതത്തിന് ഉൾപ്പെടുത്തിയാണോ ചികിത്സിക്കുന്നത്? അതെ, സ്പോണ്ടിലോസിസ് ശരിക്കും സന്ധിവാതം തന്നെയാണ്. ഈ നമ്മുടെ കശേരുക്കൾക്കുണ്ടാകുന്ന ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസ് ആണ് സ്പോണ്ടിലോസിസ്. കശേരുകൾക്കിടയ്ക്ക് ഉണ്ടാകുന്ന വീക്കവും വേദനയുമാണ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത്. അത് സന്ധിഗത രോഗം തന്നെയാണത്. ഇത് പ്രധാനമായിട്ട് സ്പോണ്ടിലോസിസ് ഉണ്ടാകാനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ആഹാരവിഹാരങ്ങളാണല്ലോ എല്ലാറ്റിനും അടിസ്ഥാന കാരണം. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർ സ്ഥിരമായിട്ട് ഒരേ പൊസിഷനിൽ കുറേ നേരം ഇരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ലംബാർ സ്പോണ്ടിലോസിസ് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആഹാരവിഹാരങ്ങളാണ് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാരണം. ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിലെ ഈ വളരെ വേഗം കൂടിയിട്ടുള്ള ജീവിതചര്യ ഇതിന് വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. നമ്മളപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇതിനൊരു ചികിത്സയായിട്ട് തന്നെ, ചികിത്സയുടെ ഭാഗമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഔഷധങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ. ഔഷധങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ. അത് മാത്രമല്ല, നമ്മൾ പറയുന്നുണ്ടല്ലോ, ഔഷധാന്ന വിഹാരങ്ങളുടെ സുഖമായിട്ടുള്ള ഉപയോഗമാണല്ലോ ചികിത്സ. ഔഷധാന്ന വിഹാരങ്ങളാണല്ലോ ഈ ചികിത്സ എന്ന് പറഞ്ഞത്. ഫുഡിലും നമ്മുടെ ആക്ടിവിറ്റീസിലെല്ലാം മനസ്സിരുത്തണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇന്ന് വളരെ കോമൺ ആയിട്ട് ഒരു 50 വയസ്സിനൊക്കെ ശേഷം മുട്ടുവേദന എന്നുള്ളത് വളരെ കോമൺ ആണ്. അപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ആയുർവേദത്തിൽ എന്ത് ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് നമ്മുടെ അസ്ഥികൾ പ്രായമാകുമ്പോൾ അതിൻ്റെ ബലം കുറഞ്ഞ് അതിന് അപചയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ നമ്മൾ തൂക്കം കൂടുക, പിന്നെ ഒരേ സമയത്ത് ദീർഘസമയം നിൽക്കുക, ദീർഘസമയം നടക്കുക, അധികം ഭാരമേൽക്കുക മുതലായിട്ടുള്ള അവസ്ഥകളിൽ ഈ സന്ധികൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. അതിന് നമ്മൾ സാധാരണ ഈ മറ്റേ സന്ധി രോഗങ്ങൾക്ക് പറയുന്ന ചികിത്സ തന്നെയാണ് ചെയ്യാനുള്ളത്. പക്ഷേ അസ്ഥിക്ക് ബലം കൊടുക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അസ്ഥിയുടെ ആ ബലക്ഷയം കുറയ്ക്കാവുന്ന ചില ഔഷധങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഗുഗ്ഗുലുയുക്തഘൃതം, ഗന്ധതൈലം മുതലായിട്ടുള്ള മരുന്നുകൾ കൊണ്ട് ഇതിനെ കൂടുതൽ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ രോഗം പഴകിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സ കൊണ്ട് വലിയ ഫലം കിട്ടാറില്ല. പൂർണ്ണമായിട്ടും ഫലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന വേറൊരു കാര്യമാണ് രക്തവാദം. ഇത് രക്തവാദത്തിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ ആമവാദം. എന്താണ് ഈ രക്തവാദം അല്ലെങ്കിൽ ആമവാദം? എന്താ അതൊന്ന് വിശദീകരിക്കാമോ? ആമവാദം സാധാരണ കുട്ടികൾക്കാണ് വരുന്നത്. അതിന് കുട്ടികളുടെ വലിയ സന്ധികളിലാണ് ഉണ്ടാകുന്നത്. പിന്നെ ആദ്യം തുടക്കത്തിൽ പനി ഉണ്ടാവും, ദഹനക്കുറവുണ്ടാകും, പിന്നെ ഈ ASO ടൈറ്റർ അത് വളരെ കൂടുതലിരിക്കും നമ്മുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ. നേരെ മറിച്ച് രക്തവാദം അഥവാ വാതരക്തം എന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാരിലാണ് ഉണ്ടാകുന്നത്. പിന്നെ അത് ചെറിയ ചെറിയ സന്ധികളിലാണ് വരിക. ഒരേ രോഗിയിൽ തന്നെ പല ചെറിയ സന്ധികളിൽ അത് വരാം. അതിന് പുറമെ നല്ലതായിട്ടുള്ള വേദനയുണ്ടാകും. അത് ശരിക്കും ചികിത്സിച്ചില്ലെങ്കിൽ അതിന് ഈ കാലക്രമത്തിൽ നമ്മുടെ ഡിഫോമിറ്റി, വൈകല്യം, സന്ധി വൈകല്യം സംഭവിക്കാവുന്നതാണ്. അതിന് പുറമെ പ്രധാനമായിട്ടുള്ളത് രാവിലെയുള്ള ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് 1.5 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് അനങ്ങാനൊന്നും സാധിക്കില്ല. വളരെ സന്ധികളാ ചലനം അസാധ്യമായിരിക്കും. വളരെ സാവകാശമേ അത് ചലിപ്പിച്ച് അങ്ങനെ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നോർമലാവും. ഇത് ഈ വാതരക്തം കാര്യമായിട്ട് മുതിർന്നവർക്കുണ്ടാകുന്നതാണ്. ഈ ആമവാദം ശരിക്കും വേണ്ട സമയത്ത് ചികിത്സിക്കാതെ പോയാൽ
അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കാനുള്ള സാധ്യതയുണ്ട്. ആമവാദത്തിന് എന്തായിരിക്കും ആ ചികിത്സയുടെ ഒരു രീതി ആയുർവേദത്തിൽ? സാധാരണ ഏത് രോഗത്തിനും ആയുർവേദം സമീപിക്കുന്നത് ശോധന ചികിത്സയും ശമന ചികിത്സയാണ്. അപ്പോൾ ആമവാദത്തിനും ഇത് ശോധന ചികിത്സയാണ് പ്രധാനമായിട്ട് വേണ്ടത്. ശോധന ചികിത്സ എന്ന് പറഞ്ഞാൽ വിരേചനം കൊടുക്കാം, വസ്തി കൊടുക്കാം, അതെ വസ്തി കൊടുക്കാം. അതേപോലെ രക്തമോഷണം ഇതിന് വളരെ പ്രധാനപ്പെട്ട ചികിത്സയാണ്. രക്തമോഷണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് രക്തം എടുത്ത് കളയുന്നത്, ബ്ലഡ്, അതെ, അത് അട്ടയിട്ട് ചെയ്യാം. പിന്നെ ഈ ഇതുണ്ടല്ലോ കൊത്തി ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, കൊത്തി രക്തം കളയാൻ പറയും. പിന്നെ അതേപോലെ പ്രധാനമായിട്ടും ചെയ്യുന്ന അട്ടയിട്ട് ചെയ്യുക. ശിരാവേദം സാധാരണ ഇപ്പോൾ ചെയ്യാറില്ല. അട്ടയിട്ടോ അല്ലെങ്കിൽ കൊത്തി കളയലോ ആണ് സാധാരണ ചെയ്യുന്നത്. അതിന് രക്തം സ്രവിപ്പിക്കുന്നത് വസ്തി വളരെ പ്രധാനപ്പെട്ട ചികിത്സയാണ് ഈ രക്തവാതത്തിന്. വാതരോഗങ്ങൾക്കെല്ലാം പൊതുവെ വസ്തി വളരെ പ്രധാനപ്പെട്ട ചികിത്സയാണ്. ത്വക്കിലുണ്ടാകുന്ന ഒരു രോഗം സോറിയാസുമായിട്ട് ബന്ധപ്പെട്ട ആർത്രൈറ്റിസ് കാണാറുണ്ട്, ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രധാനമായിട്ട് എന്താണ് അതിൻ്റെ കാരണം, അതിൻ്റെ ചികിത്സ എന്താണ് ആയുർവേദത്തിൽ? സോറിയാസിസും ഈ ആർത്രൈറ്റിസും ചേർന്ന് വരുന്ന ധാരാളം രോഗികൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇതിലുള്ളൊരു പ്രധാന കാരണം ടെൻഷനാണ്. ഈ ടെൻഷൻ കൊണ്ട് ഇത് സോറിയാസിസ് ഉണ്ടാവാം. പല രോഗികൾ അങ്ങനെ കാണുന്നുണ്ട്. അവർക്ക് സന്ധിഗതവാദത്തിൻ്റെ ലക്ഷണങ്ങളും കൂടെ വരാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടിനും കൂടി പറ്റുന്നതായിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ സമീപിക്കേണ്ടത്. അതായത് സോറിയാസിസിനും സന്ധിഗതവാദത്തിനും കൂടെ പറ്റുന്നതായിട്ടുള്ള ചികിത്സകൾ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഗുൽഗുലുക്തം കഷായം, അതേപോലെ മഹാദിക്തം കഷായം, അതുപോലുള്ള മരുന്നുകൾ, അഭ്യംഗം മുതലായവ ഇതിൽ വളരെയധികം ഫലപ്രദമായിട്ടുള്ളതാണ്. പ്രധാനമായിട്ട് ഇതിന് കൊടുക്കുന്ന ഏതൊക്കെ ഔഷധങ്ങളാണ്? കഷായങ്ങളായാലും ചൂർണ്ണങ്ങളായാലും? ഗുൽഗുലുക്തം കഷായമുണ്ട്, ഗുൽഗുലുക്തം നെയ്യുണ്ട്, വലിയ രാസനാദി കഷായം, രാസനൈരണ്ടാദി കഷായം, അമൃതോത്തരം കഷായം, പിന്നെ പടോല കടലോഹണ്യതി കഷായം, ഇതെല്ലാം ഇതിന് ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. ഇതിന് പുറമെ ഗുൽഗുലുക്തം ഘൃതം, രാസനാദി ഘൃതം മുതലായിട്ടുള്ള ഘൃതങ്ങൾ, പിന്നെ ബലാകുളിച്ച തൈലം തലയ്ക്കും, പിണ്ടതൈലം, കൊട്ടൻ ചുക്കായ തൈലം, ഇവയെല്ലാം മിക്സ് ചെയ്തിട്ട് ശരീരത്തിനും തേച്ച് കുടിക്കുന്നത് ഈ ഇത് ആർത്രൈറ്റിസിന് വളരെയധികം സമാധാനം കൊടുക്കുന്നതാണ്. ഒരു വാതരോഗി ശ്രദ്ധിക്കേണ്ട, പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാതരോഗി എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത് അവൻ്റെ ദിനചര്യ കൃത്യമായിരിക്കണം. കാലത്ത് കൃത്യസമയത്ത് എഴുന്നേൽക്കുക, അതേപോലെ ആഹാരം കഴിക്കുന്നത് കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, വയറ് വല്ലാണ്ട് നിറയ്ക്കാതെ അരവറയായിട്ട് കഴിക്കുക, അതേപോലെ മലമൂത്ര വിസർജനങ്ങൾ വേണമെന്ന് തോന്നുന്ന സമയത്ത് അത് ചെയ്യുക, അതിനെ മുക്കി മൂളിച്ച് ഉണ്ടാക്കാതിരിക്കുക, പിന്നെ കൃത്യസമയത്ത് കിടന്നുറങ്ങുക മുതലായവയാണ് അതിൽ കാര്യമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അവനവൻ്റെ ആ ടെൻഷൻ, അതായത് മാനസികമായിട്ടുള്ള പിരിമുറുക്കവും വളരെയധികം കഴിയുന്നത്ര ലഘൂകരിക്കാൻ നോക്കേണ്ടതാണ്. നന്ദി ഡോക്ടർ. ചുരുക്കത്തിൽ വാതരോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ പി മാധവൻകുട്ടി നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി വൈദ്യശാലയിലൊരു ഇടവേള. വൈദ്യശാല brought to you by ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. in association with സന്തോഷ് ആരോഗ്യ പ്ലസ് ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും ലഭ്യമാണ്. ആര്യവൈദ്യശാല കോട്ടക്കൽ പുരാതന വിജ്ഞാനവും ആധുനിക സാങ്കേതികതയും കൂട്ടിയിണക്കി ആയുർവേദ ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനം. ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. ഏയ് എന്തെങ്കിലും പറ. ആഹാ, യു ആർ ലുക്കിംഗ് ഹോട്ട്. ശരിക്കും ഹോട്ട് തന്നെയാടോ. പിന്നെന്താ കരുതിയേ, ഇത് മനാലിയാ? മനാലി സ്പീഡ്. വല്ലാത്ത തണുപ്പാടോ. പിന്നെ എന്താ കരുതിയേ, ഇത് ജയ്പൂരാ? ജയ്പൂർ Take the first road out. ഭൂട്ടാൻ ഡാറ്റ വീക്കിലി ലോട്ടറി 10 രൂപ ടിക്കറ്റിന് ഒന്നാം സമ്മാനം 1.5 ലക്ഷം രൂപ വീതമുള്ള 20 സമ്മാനങ്ങൾ. അവസാന 3 നമ്പറിന് 4000, 1000 ഭൂട്ടാൻ ഡാറ്റ. നിങ്ങൾക്കും കുടുംബത്തിനും ACCയുടെ ഓണാശംസകൾ.
മനോരമ ന്യൂസിൽ തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങൾ വിരുന്നിനെത്തുന്നു ഓണം സ്പെഷ്യൽ പ്രോഗ്രാമുകളിലൂടെ. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. പണ്ടുകാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ അസുഖങ്ങൾക്ക് വേണ്ടി കഷായങ്ങളും തൈലങ്ങളും ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് തിരക്ക് കാരണം അതിന് സാധിക്കുന്നില്ല. നിത്യജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ആയുർവേദ ഔഷധങ്ങളെ പരിചയപ്പെടുന്ന ഔഷധച്ചെപ്പാണിനി. ഇന്നത്തെ ഔഷധച്ചെപ്പിൽ ധാന്വന്തരം തൈലം. ധാന്വന്തര തൈലം കുറുന്തോട്ടി, ദശമൂലം തുടങ്ങിയ വാതരോഗ ശമന ഔഷധങ്ങൾ ചേരുന്ന തൈലമാണിത്. കുമിഴ്, കൂവളം, പൂപ്പാതിരി, പലകപ്പയ്യാന, മുഞ്ഞ, ഓരില, മൂവില, ചെറുവഴുതന, പുത്തരിച്ചുണ്ട, ഞെരിഞ്ഞിൽ തുടങ്ങിയവയാണ് ദശമൂലങ്ങൾ. വാതരോഗങ്ങൾ, കൈകാൽ വേദന, നടുവേദന, കടച്ചിൽ എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നു. ഗർഭിണികൾക്ക് നടുവേദന, കാൽവേദന എന്നിവ വരാതിരിക്കാൻ ഈ തൈലം ഉപയോഗിക്കാം. പ്രസവശേഷം ധാന്വാന്തര തൈലം തേച്ചു കുളിക്കുന്നത് വളരെ നല്ലതാണ്. വീട്ടിലെ ഔഷധച്ചെപ്പിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കേണ്ട ഔഷധമാണ് ധാന്വന്തര തൈലം. നമ്മൾ ഉപയോഗിക്കുന്ന അരിഷ്ടങ്ങളും കഷായങ്ങളും കൃത്യമായ ഗുണനിലവാരത്തിൽ തയ്യാറാക്കിയതാണോ, അതോ അതിൽ കൃത്യമായ ചേരുവകളുണ്ടോ? ആയുർവേദത്തിൽ ഒരു ഡ്രഗ് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടോ? നമ്മുടെ ഈ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ഇന്നുള്ളത് കോട്ടക്കൽ ആയുർവേദശാലയിലെ ഡോക്ടർ ദേവികൃഷ്ണനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആയുർവേദത്തിൽ കൃത്യമായ ഒരു ഡ്രഗ് സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ഔഷധ ഗുണനിലവാരത്തിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ആരോഗ്യത്തെ ഉണ്ടാക്കുന്നതും രോഗത്തെ നശിപ്പിക്കുന്നതുമായിരിക്കണം ഉത്തമ ഔഷധം എന്ന് ആയുർവേദ ആചാര്യനായ ചരകൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആയുർവേദ പാരമ്പര്യമനുസരിച്ച് അത്തരത്തിലുള്ള ഔഷധ നിർമ്മാണമാണ് ഇന്നും നമ്മൾ തുടർന്നു പോരുന്നത്. അസംസ്കൃത ഔഷധ ദ്രവ്യങ്ങളുടെ ശേഖരണം, സംഭരണം, ശുദ്ധി, ഔഷധ നിർമ്മാണം, ഔഷധത്തിൻ്റെ പാക്കിംഗ് എന്നിവയെല്ലാം ഗുണനിലവാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയാണ് ആയുർവേദത്തിൽ ക്വാളിറ്റി അഷുറൻസ് എന്ന ഒരു സംജ്ഞ കൊണ്ട് നമ്മൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ അസംസ്കൃത ഔഷധദ്രവ്യങ്ങൾ നമുക്ക് അതിനുള്ള മാനദണ്ഡം എന്താണ്? അത് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ? അങ്ങനെയുള്ള ക്വാളിറ്റി എങ്ങനെയാണ് അതിൻ്റെ അറിയാൻ പറ്റുന്നത്? അസംസ്കൃത ഔഷധദ്രവ്യങ്ങൾ ദീർഘകാലം ഇത് കണ്ടും നോക്കിയും പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഫിസിഷ്യൻസ് ഉണ്ട്. അവരെല്ലാം ഇത് വളരെ നിരന്തരം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇത് ദ്രവ്യത്തെ അറിയുന്നുണ്ട്. അത്തരം ദ്രവ്യങ്ങളുടെ ആധുനിക രീതിയിലുള്ള ബൊട്ടാണിക്കൽ, കെമിക്കൽ എന്നുള്ള മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പാരമ്പര്യമായിട്ടുള്ള അറിവും നമുക്ക് ഇതിൽ ഉപയോഗപ്പെടുത്താം. ഈ നമ്മൾ പല ഔഷധങ്ങളും ഇത്ര അളവിലാണോ, അങ്ങനെ കൃത്യത എത്ര അളവിൽ ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ മാർഗങ്ങളുണ്ട്? ആയുർവേദ ഔഷധ നിർമ്മാണം പണ്ട് കാലത്ത് നമ്മൾ മലയാളികളൊക്കെ വീട്ടിൽ കഷായം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പൊടി ചൂർണങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അരിഷ്ടം ഉണ്ടാക്കുന്ന ഒരു പതിവ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മലയാളിക്ക് എങ്ങനെയോ ആ ഒരു കാലം നഷ്ടമായിരിക്കുകയാണ്. ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഔഷധ നിർമ്മാണം. അപ്പോൾ രോഗിക്ക് കിട്ടുന്ന മരുന്ന് ഔഷധ ഗുണനിലവാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. ഔഷധ നിർമ്മാണം വളരെ കാര്യക്ഷമമായി കൃത്യമായി കർശന നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. ഇതിപ്പോൾ ഇതനുസരിച്ച് മാത്രമേ ഇപ്പോൾ മരുന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതോ അല്ലാതെയും മരുന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ അംഗീകാരം അത്യാവശ്യമാണ്. ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്നുള്ള ആ ഒരു നിയമം അനുസരിച്ചേ നമുക്ക് ഔഷധ നിർമ്മാണം ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ. ആയുർവേദത്തിൽ അരിഷ്ടങ്ങളിലൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത്? ഇത് ശരീരത്തിന് ദോഷം ചെയ്യുമോ? അരിഷ്ടങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിലൊരു സർക്കാർ ഇതിലൊരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. 12% അധികം ആൽക്കഹോൾ അതിൽ അരിഷ്ടത്തിൽ പാടില്ല, ഒരരിഷ്ടത്തിലും. അത് നമ്മൾ ലാബോറട്ടറിയിൽ അതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് നോക്കുവാനുള്ള സംവിധാനമുണ്ട്. ആൽക്കഹോൾ പെർസെൻറ്റേജ്, പിന്നെ pH വാല്യൂ, ടോട്ടൽ സോളിഡ്സ്, അതിൻ്റെ നോൺ റെഡ്യൂസിങ് ഷുഗർ, റെഡ്യൂസിങ് ഷുഗർ, എല്ലാവിധ പാരാമീറ്റേഴ്സും നമുക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മളത് വിപണിയിലേക്ക് അയക്കാറുള്ളൂ. നമ്മുടെ ആയുർവേദ ശാസ്ത്രം 5000 വർഷത്തോളം പഴക്കമുള്ളതാണല്ലോ.
അപ്പം നമ്മൾ അന്നത്തെ ടെക്നിക്സ് തന്നെയാണോ ഇന്ന് ഉപയോഗിക്കുന്നത്, അതോ നൂതനമായ ടെക്നിക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ആയുർവേദം എപ്പോഴും കാലാനുസൃതമായ വിജ്ഞാനത്തെ ഉൾക്കൊള്ളുവാൻ താല്പര്യമുള്ള ഒരു ശാസ്ത്രമാണ്. ഇന്നത്തെ ആയുർവേദ ഡോക്ടർമാരും അത്തരത്തിലുള്ള വിജ്ഞാനം ആർജിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വിജ്ഞാനം എല്ലാവിധ ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ആയുർവേദം ഇന്ന് ഉപയോഗപ്പെടുത്തി വരികയാണ്. അതിൻ്റെ ഗുണങ്ങൾ ഔഷധത്തിലും ഉണ്ടാകും. അതായത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചാണ് ഔഷധങ്ങൾ ഇപ്പോൾ നിർമ്മിക്കുന്നത്. അതെ അതെ അതെ. വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുമ്പോൾ നമുക്ക് ആധുനിക രീതിയായുള്ള എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഗുണനിലവാരം എന്തെങ്കിലും കുറഞ്ഞു പോകുന്നതായിട്ട് അങ്ങനെ ഔഷധങ്ങളുടെ എന്തെങ്കിലും ഈ പുതിയ ടെക്നിക്സ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഔഷധത്തിൻ്റെ ഗുണനിലവാരം കുറയുകയാണെന്ന് ബോധ്യം വരികയാണെങ്കിൽ നമുക്കത് വിപണിയിൽ നിന്ന് പിൻവലിക്കാം. ഇപ്പോൾ ഡ്രഗ് ലൈസൻസിങ് അതോറിറ്റി ഉണ്ട്. ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഡ്രഗ് ലൈസൻസിങ് അതോറിറ്റി ഉണ്ട്, ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരിശോധിക്കാവുന്നതാണ് ഔഷധത്തിൻ്റെ ഗുണനിലവാരം. ആയുർവേദ മരുന്നുകളിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ടോ? ആയുർവേദ ഔഷധങ്ങളിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. ഔഷധങ്ങൾ ദീർഘകാലം ഇരിക്കണമെങ്കിൽ ഷെൽഫ് ലൈഫ് കൂടുന്നതിന് വേണ്ടിയും പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഔഷധങ്ങളിൽ അത് ആവശ്യമില്ല. ദീർഘകാലം സൂക്ഷിക്കണമെങ്കിൽ സോഡിയം ബെൻസോയേറ്റ് പോലെ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് തന്നെയാണ് ഔഷധങ്ങളിലും ചേർക്കുന്നത്. ദീർഘകാലം ഇരിക്കുന്നതിന് വേണ്ടിയാണ്, ഔഷധങ്ങൾ ചീത്തയാവാതെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഫുഡിലുള്ള പ്രിസർവേറ്റീവ്സ് അതേ പ്രിസർവേറ്റീവ് ഇല്ല, വ്യത്യാസമില്ല. അത് ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ഫാർമസ്യൂട്ടിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഭക്ഷ്യവസ്തുക്കളിൽ സാധാരണ ചേർക്കുന്ന ഈ സോഡിയം ബെൻസോയേറ്റ് പോലുള്ളവ കഷായങ്ങളിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. നന്ദി ഡോക്ടർ. പഴമയുടെയും പുതുമയുടെയും നല്ല അംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആയുർവേദം ഒരു പുതിയ ചികിത്സാ പദ്ധതിയായി മാറുകയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആയുർവേദത്തെ ഒരു ചികിത്സാ രീതി എന്നതിലപ്പുറം ഒരു ജീവിതചര്യയായി തന്നെ എടുത്തു കഴിഞ്ഞു. വൈദ്യശാലയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ വൈദ്യശാല, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഇമെയിൽ www.manoramanews.com/വൈദ്യശാല.